Happyland presents Happyland Happy New Year 2025. Powered by Global Laboratories and Testing LLC Oman. Co-powered by 4Kids Toys. Co-presents Club Travelet. This program is brought to you by Alfred Group, UAE. നമസ്കാരം, ഹാപ്പി ലാൻഡ് ന്യൂ ഇയർ 2025 എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. നമ്മുടെ 2024 അങ്ങനെ എൻഡിങ്ങിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേളയിൽ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് 2024? എല്ലാവർക്കും നല്ലതായിരുന്നു. ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് നമ്മളിങ്ങനെ 2025 വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ തകൃതിയായി എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായിൽ അറിയാലോ, ആഘോഷങ്ങൾ എപ്പോഴും ക്രിസ്മസ് കഴിഞ്ഞാലും ഓണം കഴിഞ്ഞാലും ഇങ്ങനെ ഓണത്തിന് കഴിഞ്ഞിട്ട് ക്രിസ്മസ് വരെ ആഘോഷം എന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ന്യൂ ഇയർ ആഘോഷങ്ങളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2025 എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉള്ളൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ലാൻഡ് ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ വിശേഷങ്ങളുമായി ഞാൻ എത്തിയിരിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിൽ മെറൈൻ ഡ്രൈവിലുള്ള ഇംപീരിയൽ ക്ലാസിക് ക്രൂയിസിലാണ്. ഞാൻ സുകന്യ ജയറാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്തിനാണെന്നല്ലേ, 2025 പുതിയ വർഷം വരെയല്ലേ. അപ്പോൾ നമ്മുടെ ഒരു വർഷം നീണ്ട കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞ് തണുത്ത് വരികയാണ്. ഇനി നമ്മൾ ഇതെല്ലാം മാറ്റിവെച്ച് പുതിയ കുറേ ആഘോഷങ്ങളോടെ പുതിയ വർഷത്തിനെ സ്വീകരിക്കാനായി റെഡി ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിനു വേണ്ടി ഈ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി കൊച്ചി മെറൈൻ ഡ്രൈവിൽ നിന്നും പുറപ്പെടുന്ന 5 മണി മുതൽ 9 മണി വരെ നീണ്ടു നിൽക്കുന്ന 4 മണിക്കൂർ കടൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. എവിടെയെന്നല്ലേ, ഇത് നമ്മുടെ ക്ലാസിക് ഇംപീരിയൽ ക്രൂയിസ് ആണിത്. കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ വന്നിട്ടുള്ളവരുടെ വിശേഷങ്ങളും ന്യൂ ഇയർ കാര്യങ്ങളും എന്തൊക്കെയാണ് ഒരുക്കങ്ങളും എന്നെല്ലാം ചോദിച്ചറിഞ്ഞാലോ. ഹായ്, എങ്ങനെയുണ്ട് നമ്മുടെ ഇംപീരിയൽ ക്രൂയിസിന്റെ എക്സ്പീരിയൻസ്? അടിപൊളി. എവിടെന്നാ വരുന്നത് നിങ്ങൾ? കാലിക്കറ്റ്. സർ, എന്താ പേരെന്താ? എൻ്റെ പേര് കുഞ്ഞുമൊയ്തീൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ വ്യവസായിയാണ്. അപ്പോൾ ഒരു വ്യവസായ എക്സ്പോ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതോടനുബന്ധിച്ച് വന്നിട്ട് ഈ ഒരു പരിപാടിയും കൂടി ക്ലബ് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണല്ലേ? ഫുൾ ഫാമിലി ആണല്ലേ ഇത്? ഓക്കെ. മാം എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇയർ. പേരെന്താ? യേന. ഓക്കെ. മോളു എന്ത് ചെയ്യാ? ഞാൻ 9th പഠിക്കാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മുമ്പ് പോയിട്ടുണ്ടോ? ഇതിലാദ്യമായിട്ടാണല്ലേ? അപ്പോൾ ഇവിടേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്ത് തന്നെ വന്നതാണല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് സോഫാർ? ഞങ്ങൾ എപ്പോഴും 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. അതേമാതിരി നമ്മളെ ഇവിടെ ഹൈക്കോർട്ടിൽ നിന്ന് നമ്മൾ ബോട്ടുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ എവിടേക്ക് മറൈൻ ഡ്രൈവിലേക്ക്, അവിടെയൊക്കെ പോയിരുന്നു. മറൈൻ ഡ്രൈവ് ടു നമ്മളെ ഫോർട്ട് കൊച്ചി അത് പോയിരുന്നു ഒരു 2 വീക്സ് ബിഫോർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ക്രൂയിസ് യാത്ര ആൻഡ് ബോട്ട് യാത്ര. അതെപ്പോൾ വന്നാലും ഇവിടെ മിസ് ചെയ്യാണ്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലേ? ഓ, ശരി ശരി ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ബാൻഡ് തുടങ്ങിയിട്ടുണ്ട്, മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് അല്ലേ? ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ? പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഹാപ്പി ലാൻഡ് കേട്ടിട്ടുണ്ടോ? ഹാപ്പി ലാൻഡ്, ദാറ്റ്സ് എൻ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അവിടെ നമുക്ക് ഒത്തിരി ലാൻഡ് റൈഡ്സും ഉണ്ട്, വാട്ടർ റൈഡ്സും എല്ലാം ഉള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണത്. നമുക്കിവിടെ രാവിലെ ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ എത്തിയാൽ വൈകിട്ട് 5 o'clock വരെ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വെമ്പായത്തിനടുത്തുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ പോകാൻ താല്പര്യമുണ്ടോ? ഓക്കെ. എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ ഇത് ഹാപ്പി ലാൻഡിൻ്റെ പാസ്സാണ്. ഹാപ്പി ലാൻഡിൻ്റെ എൻട്രി ടിക്കറ്റ്സ് ആണിത്. അപ്പം ഷുവറായിട്ട് യു ഷുഡ് ബി കമ്മിങ്. ഓക്കെ. ഇനി നമുക്കൊരു കൊച്ചു ചോദ്യം ചോദിച്ചാലോ? ചുമ്മാതല്ല ഇത് തന്നത്. ഓക്കെ, ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഓക്കെ. ഇതിപ്പോൾ നല്ല മഴ പെയ്യാൻ പോവാണെന്ന് തോന്നല്ലേ?
ഓക്കെ. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ നമുക്ക് താഴേക്കല്ല വരാൻ. അപ്പോൾ മുകളിലേക്ക് പോകണ എന്താ? ഭയങ്കര ടെക്നിക്കലായിട്ടല്ല, നമ്മളത് കുസൃതി ചോദ്യമാണ് ചോദിക്കണം. അപ്പോൾ ടെക്നിക്കലായിട്ട് ചിന്തിക്കാനേ പാടില്ല. നമ്മൾ ഈ ലെവലിലേക്ക് വരണം. എക്സാക്ട്ലി, ഈ ലെവലിലേക്ക് വരണം. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളിയെല്ലാം ഇങ്ങനെ താഴെ വരും. ആ സമയത്ത് മുകളിലേക്ക് പോകുന്ന ഒരേ സാധനമാണ്. എന്താണത്? നമ്മൾ പറ. മഴ വരുമ്പോൾ എന്ത് ചെയ്യും? എക്സാക്ട്ലി, കൊട. കൊടയാണല്ലോ നമ്മൾ തുറന്ന മുകളിലേക്കല്ലേ വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇമ്പീരിയൽ ക്രൂയിസിൽ ഒരു ഫാമിലിയാണിത്. കോഴിക്കോട് നിന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവർ വളരെ വെൽ ഹെഡായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ ക്രൂയിസും കൂടി എൻജോയ് ചെയ്യാനുള്ള രീതിയിലാണ് ഇവരോട് വന്നിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഇവിടുത്തെ യാത്രയും വിശേഷങ്ങളൊക്കെ. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ. ഹാപ്പി ലാൻഡ് ഹാപ്പി ന്യൂ ഇയർ 2025 വരവേൽക്കുന്നതിനുള്ള ന്യൂ ഇയർ വിശേഷങ്ങളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇനിയും കുറേ ന്യൂ ഇയർ വിശേഷങ്ങളും സന്തോഷങ്ങളും കാഴ്ചകളും എല്ലാമായി വീണ്ടും വരാം. സുകന്യ ജയറാം സൈനിങ് ഓഫ് വിത്ത് യു. ബൈ. നമസ്കാരം, എൻ്റെ പേര് ട്രിജോ. ഞാൻ ക്ലബ് ട്രാവലറിൻ്റെ ഫൗണ്ടർ ഡയറക്ടറാണ്, കമ്പനിയുടെ CEO ആണ്. ഞങ്ങൾ ക്ലബ് ട്രാവലറ്റ് എന്ന വാക്കിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു യാത്ര ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പ്രസ്ഥാനം. ട്രാവലറ്റ് എന്ന് പറയുമ്പോൾ ട്രാവൽ പ്ലസ് വാലറ്റ് എന്നുള്ള കൺസെപ്റ്റാണ് ഞങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ യുവർ ട്രാവൽ വാലറ്റ് സേവർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വാലറ്റിനെ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഞങ്ങൾ ഈ കൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി റീചാർജ് ചെയ്യാവുന്ന പ്രീപെയ്ഡ് ട്രാവൽ വാലറ്റ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ക്ലബ് ട്രാവലറ്റ്. ഇതിലൂടെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ആദ്യമായി നമ്മൾ നോക്കുന്നത് അതിൻ്റെ അക്കോമഡേഷനാണ്. പിന്നീട് ട്രാൻസ്പോർട്ടേഷൻ, ട്രാവൽ ആക്ടിവിറ്റീസ്, പിന്നെ മറ്റു ധാരാളം വിസ സർവീസസ്, അങ്ങനെ ധാരാളം ട്രാവൽ റിലേറ്റഡുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു കുടക്കീഴിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും ഫീസിബിളായിട്ടുള്ള രീതിയിൽ എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞങ്ങൾ ഈ ക്ലബ് ട്രാവലറ്റ് ഫോം ചെയ്തത്. 2019 ഞങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും സ്റ്റാർട്ടപ്പ് ഓർഗനൈസേഷൻ ആയത്. അതിനുശേഷം ഞങ്ങളൊരു മെമ്പർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് ക്ലബ് ട്രാവലറ്റിനെ അനൗൺസ് ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാം, ട്രാവൽ മെമ്പർഷിപ്പുകൾ ഇന്ന് ഇന്ത്യയിൽ ധാരാളമുണ്ട്. പക്ഷേ അതെല്ലാം ഒരു ഹൈ എൻഡ് ക്ലാസ്സിനും അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിനും മാത്രം ലഭിക്കാവുന്ന രീതിയിലുള്ള പ്രൈസിങ്ങിലാണ് അത് മുന്നോട്ട് പോയിരുന്നത്. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും അതോടൊപ്പം തന്നെ ഹൈ എൻഡ് ക്ലാസ്സിലുള്ള അപ്പർ മിഡിൽ ക്ലാസ്സിനും ഹൈ എൻഡ് ക്ലാസ്സിനും ഒരേപോലെ അച്ചീവ് റൂംസ് എടുക്കാവുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ക്ലബ് ട്രാവലറ്റിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് 2 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെയുള്ള പ്രോപ്പർട്ടികൾ അപ് ടു 30% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതോടൊപ്പം ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ടൂർ പാക്കേജസുകളും കസ്റ്റമേഴ്സിന് വളരെയധികം ഫീസിബിളായിട്ടുള്ള റേറ്റിൽ മറ്റ് ട്രാവൽ കമ്പനികളിൽ നിന്നും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കസ്റ്റമർ ഒരു ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് അതിലുള്ള എൻട്രി ടിക്കറ്റ്സ് അടക്കം വളരെ റീസണബിളായിട്ടുള്ള പ്രൈസിൽ എത്തിച്ചു കൊടുത്തിട്ടാണ് ക്ലബ് ട്രാവലറ്റ് എന്നുള്ള പ്രസ്ഥാനം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2021 ഞങ്ങൾ പാക്കേജ് ഇൻഡസ്ട്രിയിലോട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ വെറും 2 സ്റ്റാഫ് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രസ്ഥാനം ഇന്ന് ഞങ്ങൾക്ക് 100+ സ്റ്റാഫിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ധാരാളം ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ്, ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, ധാരാളം കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ഇന്ന് ക്ലബ് ട്രാവലറ്റിനൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. ക്ലബ് ട്രാവലറ്റ് ഞങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നത് ക്ലബ് ട്രാവലറ്റിൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റൂം ബുക്കിംഗ്, ഫ്ലൈറ്റ് ബുക്കിംഗ്, ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ 2 രീതിയിലാണ് നോർമലി നമ്മൾ ടൂർ പാക്കേജ് പോകുന്നത്. ഒന്ന് ഗ്രൂപ്പിനൊപ്പം യാത്ര ചെയ്യാവുന്ന രീതിയിലും
അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ്ഡ് ചെയ്യാവുന്ന രീതിയിലും, വേറൊരാളുടെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ടൂർ പാക്കേജുകൾ ഡിസൈൻ ചെയ്യാവുന്ന രീതിയിൽ അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ട്രാവൽ ഏജൻസിനായാലും ഇൻക്ലൂഡിങ് ഒരു ഇൻഡിവിജ്വൽ ട്രാവലറിനായാലും ചെയ്യാവുന്ന രീതിയിൽ ാണ് ഈ പ്ലാറ്റ്ഫോം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു B2B ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ചെയ്യുന്ന ഒരു ട്രാവൽ ഏജൻസിനും നോർമൽ കസ്റ്റമേഴ്സിനും ഒരേപോലെ അതിൽ നിന്ന് ട്രാവൽ പാക്കേജസുകൾ ഡിസൈൻ ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഏകദേശം നെക്സ്റ്റ് ഇയർ മാർച്ചോടുകൂടി ഞങ്ങളത് ലോഞ്ച് ചെയ്യുന്ന പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് വരുമ്പോൾ ഏത് ട്രാവൽ ഡെസ്റ്റിനേഷനിൽ യാത്ര ചെയ്യുന്നൊരു കസ്റ്റമേഴ്സിനും വളരെ ഈസിയായി, വളരെ പ്രൈസ് വളരെ അഫോർഡബിളായിട്ട് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റു മിഡിൽമാൻ്റെ എക്സ്പെൻസ് ഇല്ലാണ്ട് കമ്മീഷൻ പെർസെൻറ്റേജ് അധികം വരാത്ത രീതിയിലാണ് ഇത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. നോർമലി നമ്മൾ ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് ബുക്കിംഗ്, അക്കോമഡേഷൻ പാർട്ടിലായാലും ഫ്ലൈറ്റ് ബുക്കിങ്ങിലായാലും നിങ്ങൾ ധാരാളം പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ട്രാവൽ മെമ്പർഷിപ്പിലൂടെ എൻട്രി ചെയ്തിട്ട് ആ ട്രാവൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വളരെയധികം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ, അത് ഈ ക്ലബ് ട്രാവലർ എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മയിലോട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ട്രാവൽ മെമ്പർഷിപ്പ് എന്നുള്ളൊരു സ്കീമിൽ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 40,000 മുതൽ 3 lakhും 5 lakhും ട്രാവൽ മെമ്പർഷിപ്പിന് സ്കീം ചാർജ് വരുന്നതിൽ എന്ത് ചാർജാണ് ക്ലബ് ട്രാവലറ്റ് ഇവിടെ ചാർജ് ചെയ്യുന്നതെന്ന്. നോർമലി ഞങ്ങളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ട്രാവൽ മെമ്പർഷിപ്പ് വെറും 1000 rupees മാത്രമാണ് ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഇതിനകത്ത് ചാർജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ക്ലബ് ട്രാവലറ്റിൻ്റെ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ നാരായണൻ മുരളീധര പണിക്കർ എന്ന NM പണിക്കർ, കുണ്ടറ വിളമ്പടത്തിലൂടെ പ്രസിദ്ധമായ കുണ്ടറ എന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് കുഴിയം. അവിടെ കൊല്ലത്തുകാരനാണ് കുഴിയത്തുള്ള NM പണിക്കർ. 1978 ഗൾഫിലേക്ക് ചേക്കേറിയത്. വളരെ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഗൾഫിലേക്ക് ചേക്കേറിയ ഞങ്ങൾ പലതരം, നമ്മൾ പറയുന്നില്ലേ, വൈതരണികൾ കടന്ന് പ്രക്ഷുബ്ധമായ പല അന്തരീക്ഷങ്ങളും പല പ്രയാസങ്ങളും പല ജീവിത സാഹചര്യങ്ങളും കടന്ന് ഇവിടം വരെ എത്തുമ്പോഴും നമ്മുടെ ലക്ഷ്യം കപ്പൽ ഗതാഗതമായിരുന്നു. അതിലൂടെ മാത്രമേ മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള മനസ്സിലായതുകൊണ്ട് ആ രംഗത്ത് തന്നെ കർമ്മം ഉറപ്പിച്ചു. അങ്ങനെയാണ് കപ്പൽ റിപ്പയർ രംഗത്തും കപ്പൽ നിർമ്മാണ രംഗത്തും ആയിരുന്നു എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിലൂടെയുള്ളതാണ് ഇന്ന് എക്സ്പെർട്ട് യുണൈറ്റഡ് മറൈൻ എന്ന എൻ്റെ സ്ഥാപനം. 10ഓളം രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. എല്ലാം വിദഗ്ധരാണ്. മറൈനിൽ വൈദഗ്ധ്യം നേടിയവർ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമാണ്. മറൈൻ രംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ വർഷം, നമ്മൾ കടന്നുപോയ വർഷം വളരെ പ്രക്ഷുബ്ധമായിരുന്നു പല രീതികളിലും. രാജ്യാന്തര യുദ്ധങ്ങളും യുവതലമുറകളുടെ മാറ്റങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. വരുന്ന വർഷത്തിൽ നമ്മുടെ യുവതലമുറകൾ
ഉള്ള എൻ്റെ ഒരു നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, വിരൽത്തുമ്പിലൂടെ കിട്ടുന്ന ഇന്നത്തെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും മാറ്റി നിർത്തിയിട്ട് ശരിയായ കർമ്മരംഗത്തേക്ക് കർമ്മത്തിൽ ഊന്നി അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നാളത്തെ ഭാവി നിങ്ങളുടെ കയ്യിലേതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും, യുവജനങ്ങൾക്കും, യുവതലമുറയ്ക്കും, മുൻ തലമുറയ്ക്കും എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു. ഓർമ്മകൾ കൂടുകൂട്ടിയ മനസ്സിന്റെ തളർച്ചില്ലയിൽ നിറമുള്ള 1000 ഓർമ്മകളുമായി ഒരു വർഷം കൂടി കടന്നുപോകുന്നു. ഇന്നലകളിലെ നഷ്ടങ്ങളെപ്പറ്റി ഓർക്കാതിരിക്കാം. ശുഭപ്രതീക്ഷയോടെ നല്ല നാളേക്കായി കാത്തിരിക്കാം. ഏവർക്കും ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്കിന്റെ പുതുവത്സരാശംസകൾ. ഒരു ഇല പോലെ കൊഴിഞ്ഞു വീണ 2024, ഒരു പൂ പോലെ മുട്ടിട്ട് വിരിയാൻ പോകുന്നു 2025. നല്ലൊരു പൂവിനായി നമുക്ക് കാത്തിരിക്കാം. സ്നേഹവും സന്തോഷവും സമാധാനവും നന്മയും നിറഞ്ഞ നല്ല നാളുകൾക്കായി ഈ പുതുവർഷം സമ്മാനിക്കുന്നു അൽഫുറത്ത് ഗ്രൂപ്പ് UAE. Happy Land Amusement Park, Thiruvananthapuram. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം MG റോഡ് വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ നിറയെ ന്യൂ ഇയർ അല്ലെങ്കിൽ വിവാഹ സീസണൊക്കെ ആയില്ലേ, അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബ്രൈഡൽ കളക്ഷൻസ് കാണാം കേട്ടോ. ഇന്ന് പറക്കാട്ട് ജുവൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം 30 ഇയേഴ്സിന് അധികം എക്സ്പീരിയൻസ് ഉണ്ട് പറക്കാട്ട് ജുവൽസിൻ്റെ 1 ഗ്രാം തങ്കാഭരണങ്ങൾക്ക്. നമ്മളെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന ആശയം അവതരിപ്പിച്ചത് പറക്കാട്ട് ജുവൽസാണ്. അപ്പോൾ ഇന്നും പറക്കാട്ടിൻ്റെ ഷോറൂംസ് കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെ കേരളത്തിലെ എല്ലാ മെയിൻ സ്ഥലങ്ങളിലും പറക്കാട്ടിൻ്റെ ഷോറൂംസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് കേരളത്തിന് വെളിയിലാവട്ടെ, തമിഴ്നാട്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മലേഷ്യ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പറക്കാട്ടിന് ഷോറൂംസ് ഉണ്ട്. അപ്പോൾ പറക്കാട്ടിൻ്റെ എന്ത് ഓർണമെൻറ്റ്സ് നിങ്ങൾ വാങ്ങിയാലും തീർച്ചയായിട്ടും പറക്കാട്ടിൻ്റെ സർവീസ് നമ്മളുടെ എല്ലാ ഷോറൂംസിലും ലഭ്യമാണ്. നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. പറക്കാട്ടിൻ്റെ ഷോറൂമിലെ കളക്ഷൻസിൽ നിന്ന് തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്വർണ്ണത്തിനൊക്കെ എന്താ വില അല്ലേ, നമുക്ക് ഇന്നൊരു ബ്രൈഡൽ ജ്വല്ലറി കാണാം. അപ്പോൾ ഇത് കണ്ടത് ഇതിപ്പോൾ നമ്മളുടെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ചെട്ടിനാട് കളക്ഷനിൽ വരുന്ന ഒരു സെറ്റാണ്. അതായത് കണ്ടോ, ദേവി രൂപമൊക്കെ വെച്ചിട്ട് ഒരു ചോക്കറായിട്ടുള്ള റൂബി പോട്ടാ സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഗോൾഡൻ ബോൾസും റൂബി എമറാൾഡ് ബീഡ്സ് എല്ലാം ഹാങ് ചെയ്തിട്ടുള്ള ഒരു നെക്ലേസ് ഉണ്ട്. സിമ്പിളായിട്ട് ഒരു ഇടയിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ലക്ഷ്മി രൂപം തന്നെ വെച്ചിട്ടുള്ള ഒരു റൂബി ഹാങ്ങിങ് എല്ലാം ഇട്ടിട്ടുള്ള ഒരു നെക്ലേസ് വരുന്നുണ്ട്. 3 ലെയറിൽ വരുന്ന ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മയിൽ മോട്ടിഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ദേവി രൂപം വരുന്നുണ്ട്. 3 ലെയർ ഈ ഇതിനോട് സാമ്യമാകുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. ഇനി അതെല്ലാം കൂടാതെ ഒരു ലക്ഷ്മി നെക്ലേസ്, കൊയിൻ പോലെയൊക്കെ വരുന്ന, കൊയിൻ്റെ ഒക്കെ ഒരു കൊയിൻ മാല, കാശിമാലയുടെയൊക്കെ ഒരു പുതിയ വേർഷൻ.
പിന്നെ അരപ്പട്ട പോലെ നമ്മൾ ഒരെണ്ണം അല്ല 2 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അല്പം ഹെവി വേണമെങ്കിൽ ഹെവി ആവാം, അല്ലെങ്കിൽ നമുക്ക് അല്പം കൂടെ സിമ്പിൾ വേണമെങ്കിലും ആകാം, ഏത് ടോണിൽ വേണേലും. ഇനി ഇപ്പോൾ ഈ ഒരു ചെട്ടിനാട് കളർ എന്ന് പറയുമ്പോഴും നമുക്ക് വേണേൽ അത് ആൻറ്റിക് ടച്ചിലേക്ക്, ബ്ലാക്ക് ആൻറ്റിക്ക്, അങ്ങനെയുള്ള ഏത് കളർ ഷെയ്ഡിലേക്ക്, ഇനി യെല്ലോ ഗോൾഡ് 24 ക്യാരറ്റിൻ്റെ കളർ വേണോ, 22 ക്യാരറ്റിൻ്റെ വേണോ, ആൻറ്റിക്ക് വേണോ, ഏത് ഷെയ്ഡ്സിൽ വേണമെങ്കിലും ലഭ്യമാണ് കേട്ടോ. പിന്നെ ഉള്ളതാ ബാംഗിൾസ് ഉണ്ട്. ഇതേപോലെ തന്നെ കണ്ടോ ബാംഗിൾസ് ഉണ്ടോ നമ്മളുടെ, ഇതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ചെട്ടിനാട് റൂബി പോട്ടാ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ബാംഗിൾസാണ് കേട്ടോ. ഇതിൽ കാണുന്ന അല്പം വീതി കൂടിയ ബാംഗിൾസ് ഉണ്ട്, കുറഞ്ഞ ബാംഗിൾസ് ഉണ്ട്, എല്ലാ ടൈപ്പിൽ വരുന്ന സ്റ്റോൺസിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബ്രൈഡൽ കളക്ഷൻസൊക്കെ എടുക്കുമ്പോൾ ഇനി പറക്കാട്ടിൻ്റെ ആണെങ്കിൽ പോലും, അതായത് നമ്മൾ 24 ക്യാരറ്റ് ഗോൾഡ് ലെയർഡാണ്, പ്യുവർ ഗോൾഡ് അല്ല. പ്യുവർ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടി വരുന്ന ഒരു മേക്കിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു 30% എങ്കിലും മിനിമം നമ്മൾക്ക് ചെട്ടിനാട് കളക്ഷൻസിനൊക്കെ മേക്കിംഗ് ചാർജ് വരും. ആ ഒരു മേക്കിംഗ് ചാർജ് ഒന്നും വേണ്ട. ഈ ഒരു ഓർണമെൻറ്റ്സ് ഒരു ഫുൾ സെറ്റ് ഗോൾഡിൽ വാങ്ങാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു GST എമൗണ്ട് മതി ശരിക്കും പറഞ്ഞാൽ പറക്കാട്ടിൻ്റെ ഈ ഓർണമെൻറ്റ്സ് വാങ്ങാനായിട്ട്. ഇനി ബ്രൈഡ്സിന് ഇതുപോലെ ഹെവി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വന്നിട്ട് ഈ ഓർണമെൻറ്റ്സ് കല്യാണത്തിന് യൂസ് ചെയ്തതിന് ശേഷം തിരികെ കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ. കിഡ്സ് സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ വളരെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടി ടോയ്സിന്റെ ഏരിയയിൽ അത്രമാത്രം വർഷങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളെയാണ്. അതും കുട്ടികൾക്ക് വേണ്ടി നമുക്കറിയാം, നമുക്ക് ഏറ്റവും സ്പെഷ്യലാണ്, കുട്ടികളെ വളരെ ശ്രദ്ധയോടെ പരിഹരിക്കേണ്ട ആളുകളാണ് അല്ലെ, ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പൊ അവർക്ക് വേണ്ടി 9 വർഷമായി ഈ ഒരു ടോയ്സിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ മുസ്തഫ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. ഞാൻ ബേസിക്കലി ഒരു പ്രവാസിയായിരുന്നു. 18 വർഷം ഗൾഫിൽ ജോലി ചെയ്തു ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. ആ കമ്പനിയിൽ നമ്മൾ ബിസിനസ്സിൽ ഒരുപാട് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയും, പിന്നെ രണ്ടാമത് കാരണം ഫാമിലി ആയിട്ടായിരുന്നു ഗൾഫിലുണ്ടായിരുന്നത്. മക്കളൊക്കെ ആ ഒരു ഗൾഫിന്റെ ലക്ഷറി ലൈഫിൽ ജീവിച്ച് വളർന്നവരായിരുന്നു. അപ്പം ചില സമയത്തെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ കഷ്ടപ്പാട്, ജീവിതത്തിൽ വരുന്ന പല കഷ്ടപ്പാടുകളും ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യാന്നുള്ള ഈ ഒരു ലക്ഷറി ലൈഫിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് പഠിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൊച്ചു കേരളത്തിൽ, എൻ്റെ വെള്ളിലയിൽ ജീവിക്കണം, എൻ്റെ മക്കളും അവിടെ വളർന്ന് വലുതാവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയും അതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ടോയ്സ് എന്നുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളതും നോൺ ടോക്സിക് ആയിട്ടുള്ളതും അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളതും മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ളതും ടോയ്സ് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതിൻ്റെ പുറകിലാണ് പിന്നെ നമുക്ക് നമ്മളെ ചൈൽഡ്ഹുഡ് കൂടുതലായിട്ട് ഓർമ്മയൊന്നും ഇല്ലെങ്കിലും നമുക്ക് മക്കൾ ഉണ്ടാകുന്ന സമയത്ത് പല സമയത്തും നമ്മളും മക്കളാവാനും അല്ലെങ്കിൽ മക്കളോളം താഴാനും വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കും. കാരണം മക്കളെ കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും ഒരു കൊച്ചാവണം. അങ്ങനത്തെ ഒരാൾക്കേ മക്കളെ കൂടെ കളിക്കാൻ കഴിയുള്ളൂ. പിന്നെ മക്കളെ മനസ്സറിയാന്ന് അറിയുന്നതും മേഡം പറഞ്ഞ പോലെ നല്ലൊരു കാര്യമാണ്.
കാരണം നമ്മൾ ബിസിനസ് രംഗത്ത് ഒരുപാട് ശ്രദ്ധ ചെലുത്തുമ്പോഴും അല്ലെങ്കിൽ ബിസിനസിന്റെ സ്ട്രെസ്സുകൾ മാനേജ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് എപ്പോഴും തരുന്നത് മക്കളെ കൂടെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ ചെലവഴിക്കുമ്പോഴാണ്. കാരണം മക്കളായ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു മനസ്സും അവരുടെ ആ ഒരു സംസാരവും അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ കളിപ്പാട്ടങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പുഞ്ചിരി അല്ലെങ്കിൽ അതൊക്കെ തന്നെയാണ് നമ്മളൊരു മക്കളെ കൂടെ അല്ലെങ്കിൽ മക്കളുടെ മനസ്സറിയാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാവുന്നതും നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടുന്നതും. സോ യെസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് പാരന്റ്സിന് ഒരുപാട് ഗുണകരമാകുന്നു അല്ലെ ഗുണകരമാകും എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് നിർത്തുകയാണ്. എല്ലാവർക്കും ഏറ്റവും നല്ല നവവത്സര ആശംസകൾ നേരുന്നു. താങ്ക് യു. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഹലോ നമസ്കാരം. ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടം രാജധാനി മൈതാനത്താണ്. ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മറൈൻ വേൾഡിൻ്റെ ഒരു കിടിലൻ സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇന്ന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റെഡി അല്ലേ? അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഈ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ സന്തോഷ് ചേട്ടനുണ്ട്. നമസ്കാരം. അപ്പോൾ സന്തോഷ് ചേട്ടാ, എന്താണ് ഈ ഒരു സംഭവം? കാഴ്ചകളുടെ അത്ഭുത ലോകത്തേക്ക് ശരിക്കും മറൈൻ വേൾഡ് കേരളത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഷോയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരി നടക്കുന്നത്. രാജധാനി മൈതാനത്താണ്, കഴക്കൂട്ടം രാജധാനി മൈതാനത്താണ്. ഒരുപാട് ദൃശ്യവിസ്മയങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് വരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് വരുമ്പോൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും എന്താണ് ഇത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിലായി, കിളികൾ സ്വതന്ത്രരായി. അതാണ് ഇതിനകത്തുള്ളത്. കിളികളെ സ്വതന്ത്രരാക്കിയിരിക്കണം. സാധാരണ നമ്മൾ കൂട്ടിലിട്ട കിളികളെ കണ്ടിട്ടുള്ളൂ. ഇത് കിളികൾ സ്വതന്ത്രരാണ്, നമ്മൾ കൂട്ടിലേക്ക് കയറുകയാണ്, മനുഷ്യർ കൂട്ടിലേക്ക് കയറുകയാണ്. അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഇവിടെ കിളികൾക്കെല്ലാം കിളികളെ സ്വതന്ത്രരാക്കി വിട്ടിരിക്കുകയാണ്. അവർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബേഡ്, പിന്നെ ഫ്ലവേഴ്സ്, ട്രീസ് ഉണ്ട്. അങ്ങനെ അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാട്, ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു സെൽഫി പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുതിര വലിക്കുന്ന രഥങ്ങളാണ്. കുതിരയെ വെച്ചിട്ടില്ല, രഥത്തിൽ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാടിന്റെ ഒരു രീതിയിൽ ഒരു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം തന്നെ നല്ല ഒരു ഫീല്. ഓക്കെ. അപ്പം ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ്? ഭയങ്കര ഒരു എഫേർട്ട് ആണെന്ന് അറിയാം. എന്നാലും എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് പേരുടെ വളരെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട്. നമുക്ക് വളരെ ചെറിയൊരു പീരീഡേ ഉണ്ടാവുള്ളൂ. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രമകരമായ ജോലിയാണ്. ഒരുപാട് പേരുടെ ഡേ ആൻഡ് നൈറ്റ് പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഒരു 15 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും ഗംഭീരമാക്കി എടുക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിലുള്ള സെറ്റിംഗ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രത്തിന്റെ, പ്രത്യേകിച്ച് കഴക്കൂട്ടത്തിന്റെ ഒരു പ്രതികരണം? ഇല്ല, നമ്മുടെ മറൈൻ വേൾഡിന്റെ പ്രോഗ്രാം എല്ലാ ജില്ലക്കാരും
പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിന് വെളിയിലുള്ളവർ വരെ എൻക്വയറി ചെയ്യുന്നുണ്ട്. നമ്മുടെ പേജുകളിലേക്കും അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ടും എല്ലാം വരുന്നുണ്ട്, ഫോൺ കോളായിട്ടും എല്ലാം വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് എന്നാ വരുന്നതെന്നുള്ള രീതിയിൽ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ ആദ്യമായിട്ടാണ് മറൈൻ വേൾഡ് വരുന്നത്. നേരത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ മറൈൻ വേൾഡിൻ്റെ പ്രോഗ്രാം കേരളത്തിൽ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. കൊല്ലം, ആലപ്പുഴ ബീച്ച് ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കോഴിക്കോട്, പാലക്കാട്, അങ്ങനെ മറ്റു ജില്ലകളിലെല്ലാം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. കേരളത്തിൽ മറൈൻ വേൾഡ് ചെയ്ത ഏറ്റവും വലിയ ഷോ ആണിത്. ഏറ്റവും വലിയ ഷോ ആണ്. ഏറ്റവും വലിയ ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നു, അപ്പം ഈ കിളികളെയൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഒരു ഇഗ്വാനെ നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ദാണ്ട ഇഗ്വാനയൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകം സ്റ്റാഫുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതിനൊക്കെ കെയർ ചെയ്യുന്നതിന് പ്രത്യേകം അതിന് പരിചയം ശ്രദ്ധിച്ച സ്റ്റാഫുകൾ പ്രത്യേകം ഉണ്ട്. ഓരോ സെക്ഷനും ഓരോ സ്റ്റാഫുകൾ നമുക്കുണ്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഇന്ന് മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഹാപ്പി ലാൻഡ് ന്യൂ ഇയർ 2025 ഒരു എപ്പിസോഡ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ഹാപ്പി ലാൻഡ് പ്രസൻസ് ഹാപ്പി ലാൻഡ് ഹാപ്പി ന്യൂ ഇയർ 2025. Powered by Global Laboratories and Testing LLC Oman. Co-powered by 4Kids Toys. Co-presents Club Travelet. This program is brought to you by Alfred Group, UAE.